നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്ക് വളരെയധികം വേണ്ടപ്പെട്ട ഒരു വ്യക്തി ഉണ്ടാവാം. നമ്മൾ ഒരുപാട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച അല്ലെങ്കിൽ ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി. അപ്പോൾ എന്തിനാണ് ഈ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വന്നത്? എന്താണ് ആ വ്യക്തിയുടെ ഉദ്ദേശം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ് വന്നത് എന്നാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സമയം നിങ്ങളുടെ ആ ഒരു വ്യക്തി ആരാണോ അവരെ മനസ്സിൽ വിചാരിക്കുക. അവരെക്കുറിച്ച് ആലോചിച്ച് അവരുടെ ഫേസ് ആലോചിച്ചുകൊണ്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് ചേഞ്ച് വന്നിട്ടുണ്ട്. പ്യൂരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അഡ്വെഞ്ചേഴ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ ഈ ഒരു പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ടാവണം. അതായത് ഈ ഒരു വ്യക്തി വരുന്നതിന് മുൻപ് നിങ്ങൾ എന്താണോ എങ്ങനെയാണോ ആ ഒരു വ്യക്തി ആയിരിക്കില്ല നിങ്ങൾ. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം. മാനസികമായിട്ട് നിങ്ങൾ മറ്റൊരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവാം. ഇവിടെ നമ്മൾ കാണുന്ന ഈ ഒരു പ്യൂരിഫിക്കേഷൻ പോലെ, അതായത് ആ ഒരു ശുദ്ധീകരണമാണ്, ആത്മീയ ശുദ്ധീകരണം. ആ ഒരു സ്പിരിച്വൽ ലെവലിലേക്കൊക്കെ നിങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ സഞ്ചരിച്ചിട്ടുണ്ടാവണം ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്നതിന് ശേഷം. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മൊത്തത്തിൽ മാറിയിട്ടുണ്ടാവണം. വേറൊരു വ്യക്തിയായ പോലെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. നിങ്ങൾ ജീവിതത്തിൻ്റെ മറ്റ് ചില അർത്ഥതലങ്ങളും കൂടി ഈ ഒരു വ്യക്തി ലൈഫിൽ വന്ന ശേഷം മനസ്സിലാക്കിയിട്ടുണ്ടാവാം. നിങ്ങളുടെ പഴയ കുറേ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടാവാം എന്നുള്ളത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ നടന്നതല്ല. നിങ്ങൾ വലിയൊരു റിസ്ക്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ കാണുന്ന പോലെ ഒരു അഡ്വെഞ്ചർ പോലെ അത്രയും ഒരു ഹൈ റിസ്ക് ലെവലിലായിരിക്കാം പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാകുന്നത്. അതായത് ഒരു നല്ല രീതിയിലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഈ പേഴ്സൺ വന്നത് മൂലം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ കടന്നു പോയിട്ടുണ്ടാവാം. പക്ഷേ തീർച്ചയായിട്ടും ഈ ഒരു ലെവലിലേക്ക് നിങ്ങൾ മാറണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളും അതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ ഈ പേഴ്സൺ വന്ന ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു മാറ്റം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വളരെയധികം സ്ട്രോങ് ആയിരിക്കുന്നു. ഈ ഒരു ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും യൂണിവേഴ്സിനോട് നന്ദി അറിയിക്കുക.